ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മളെ വീട്ടിനടുത്തായിട്ട് തന്നെ ചെറിയൊരു കൺവെൻഷൻ ഹാളുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മളെ ഫാമിലിയിൽ പുതിയൊരു ബേബി കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ ആളുടെ നൂലുകെട്ടിനാണ് വന്നത്. കറക്റ്റ് ടൈം അറിയാത്തത് കൊണ്ട് തന്നെ അരമണിക്കൂർ നേരത്തെ ഞങ്ങൾ എത്തി കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേനും നൂല് കെട്ടാനുള്ള ആളാണ്. ഇവിടെ ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ. അത്യാവശ്യം അടുപ്പമുള്ള ഫ്രണ്ട്സിനെയും കസിൻസിനെയും മാത്രം ഉദ്ദേശിച്ച് നടത്തിയൊരു ഫംഗ്ഷനായിരുന്നു. പക്ഷേ ടൈം ആയപ്പോഴത്തേക്കും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അമ്മുവിൻ്റെയും ബിജുവിൻ്റെയും കടിഞ്ഞൂൽ പുത്രനാണ് ഈ കിടന്ന് ഉറങ്ങുന്നത്. ആൾ ഡ്രസ്സൊക്കെ മാറ്റി വന്നപ്പോഴത്തേക്കും നൂല് കെട്ടാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ബേബിയുടെ പേര് അർദർ ആൻഡ് ബിജോ എന്നാണ് കേട്ടോ. ഇത്ര നീണ്ട പേര് വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി വീട്ടിൽ വിളിക്കാനായിട്ട് ഇസോ എന്നൊരു പേരിട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഫുഡ് കഴിക്കാൻ ചെല്ലാനായിട്ട് സീറ്റൊന്നും ഒഴിവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം അവിടെ ഇരുന്ന് കത്തി വയ്ക്കേണ്ടി വന്നു. നല്ല കിഡിലും ബിരിയാണിയായിരുന്നു. നമ്മൾ കഴിക്കാൻ ചെന്നപ്പോഴത്തേന് തന്നെ അത്യാവശ്യം ആളുകളൊക്കെ കുറഞ്ഞുകൊണ്ട് സാവധാനം നല്ല ആസ്വദിച്ച് തന്നെയായിരുന്നു കഴിച്ചത്. പിന്നെ ഫുഡ് ഫ്രണ്ടി വന്നിരിക്കുമ്പോഴത്തേനും ഒരുപാട് നേരം വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. കുറച്ച് നേരം എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എൻ്റെ മാമൻ്റെ മക്കൾ വന്നു കേട്ടോ. അവന്മാരാണ് ബാക്കി വീഡിയോസ് ഫുൾ എടുത്തു തന്നത്. പിന്നെ അവന്മാരും ഒരുപാട് എടുത്തു തരാൻ നിന്നില്ല. കാരണം അവന്മാർ നല്ല വിശന്ന് വന്ന് നിന്നുകൊണ്ട് കുറച്ചേ എടുത്തു തന്നുള്ളൂ. വന്നപ്പോൾ തൊട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് മനീഷ ഭയങ്കര ബഹളമായിരുന്നു. പക്ഷെ ഫുഡ് കൈ കിട്ടിയപ്പോഴത്തേന് ആൾക്കാർ പറഞ്ഞ പോലെ കഴിക്കാൻ ഭയങ്കര പാടായിരുന്നു. നേരത്തെ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തത്. പിന്നെ നമ്മളെ പിള്ളേരോട് ഇരുന്ന് കുറച്ച് നാട്ടുകാരിയൊക്കെ പറഞ്ഞ് പരദൂഷണമൊന്നുമില്ല. എന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അവിടെ കുറേ നേരം ഇരുന്നു. വലിയ നേരത്തെ രണ്ടുപേരും ഫോട്ടോ എടുക്കാനായിട്ട് വന്ന് നിൽക്കുക കേട്ടോ. ഞാൻ വീഡിയോ എടുത്തതെന്ന് പാവങ്ങൾ രണ്ടുപേരും അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാൻ ടാറ്റാ ബൈ ബൈ.